9 പേർ കൊല്ലപ്പെട്ടതായാണ് പാകിസ്ഥാന്റെ അവകാശവാദം. അവർ സാധാരണ പൗരന്മാരാണ്, അതിലൊരു കുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ രാവിലെ മുതലേ പറയുന്നുണ്ട്. അതേസമയം ഭീകരവാദികളെ സംബന്ധിച്ച വിവരങ്ങളൊന്നും അവർ പുറത്തേക്ക് വിടുന്നുമില്ല. പക്ഷേ മറ്റ് വൃത്തങ്ങളിലൂടെ അതല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ കൊല്ലപ്പെട്ട ആളുകളുടെ, ഭീകരവാദികളുടെ അടക്കം വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് നമുക്കിപ്പോ പാകിസ്ഥാനിലെ അവസ്ഥ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും വാർത്താ ഏജൻസികളിൽ നിന്നും എങ്ങനെ മനസ്സിലാക്കാം? അഭിലാഷ്, 70 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് പാകിസ്ഥാൻ പറയുന്ന പോലെ വെറും 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലല്ല. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളടക്കം സൂചിപ്പിക്കുന്നത് വലിയ തോതിലുള്ള കാഷ്വാലിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ട്. മുസാഫറാബാദിലും അതോടൊപ്പം തന്നെ ബഹാവൽപൂരിലും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ആ രീതിയിൽ തന്നെയാണ്. അതായത് 60 ഭീകരർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 70 ഭീകരർ ഈ 9 ലൊക്കേഷനുകളിലുമായി, 9 ടാർഗറ്റ് ലൊക്കേഷനുകളിലുമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് 70 ഭീകരർ. അപ്പോൾ ഭീകര ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു ആക്രമണം എന്നുള്ള തരത്തിൽ ഇനി അറിയേണ്ടത് ഇതിൽ എത്രത്തോളം ഈ പറയുന്ന നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സൈനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹൈ വാല്യൂ അസറ്റ്സ്, ഹൈ വാല്യൂ ടാർഗറ്റ്സ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഹഫീസ് അബ്ദുൽ മാലിക്കിൻ്റെ മരണം ലഷ്കർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലഷ്കറിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് പോലെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇൻ ദ സേക്രഡ് സാങ്ച്വറി ഓഫ് ദ മോസ്ക്, പ്രൈസ് ഓഫ് പീസ് ആൻഡ് പ്രയർ, ബ്രദർ അബ്ദുൽ മാലിക് വാസ് മാർട്ടേഡ്, a soul taken amidst the echoes, Allahu Akbar and the screen serenity of worship എന്നുള്ള തരത്തിൽ ഇപ്പോൾ ലഷ്കർ ഒരു അനുശോചന സന്ദേശം ലഷ്കർ ഇ തൈബയുടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മർക്കസ് തൈബിൽ കൊല്ലപ്പെട്ടത് ലഷ്കർ നേതാവ് ഹഫീസ് അബ്ദുൽ മലിക് എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിക്കാവുന്ന തലത്തിലേക്കാണ്. ഭീകരവാദ ഓപ്പറേഷനുകൾ നമുക്കെതിരായി നടത്തിയ നമ്മുടെ രാജ്യത്തിനെതിരായ നീക്കങ്ങളിൽ എത്രത്തോളം വലിയ പങ്കുണ്ട്, ഇയാൾ എത്രാമനാണ്, അത്തരം വിവരങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കാൻ കഴിയുമോ? ലഷ്കർ തലവൻ ഹഫീസ് സെയ്ദിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഹഫീസ് അബ്ദുൽ മാലിക് എന്നുള്ള കാര്യത്തിൽ ഈ ലഷ്കറിന്റെ ഓപ്പറേഷനുകളെല്ലാം തന്നെ, ലഷ്കറിന്റെ ഭീകരാക്രമണങ്ങളൊക്കെ തന്നെ അത് ആസൂത്രണം ചെയ്യുകയും നടത്തുന്നതും ഈ അബ്ദുൽ മാലിക് വഴിയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ ക്യാമ്പുകളുടെയൊക്കെ നിയന്ത്രണം അബ്ദുൽ മാലിക്കിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ അതിലൊരു ഏറെക്കുറെ സ്ഥിരീകരണം വരുന്നുണ്ട്. ലഷ്കറിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ട് ഒരു അനുശോചനം വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് അബ്ദുൽ മലിക് തന്നെയാണ് ഇവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. അതായത് ഈ 9 കേന്ദ്രങ്ങൾ, 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളുള്ളിടത്ത് ഈ മർക്കസ് തൈബ, മുറിദ് കെയിലുള്ള മർക്കസ് തൈബയിൽ കൊല്ലപ്പെട്ടത് ലഷ്കർ ഇ തൈബയുടെ ഹഫീസ് അബ്ദുൽ മലിക് തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത്. മുറിദ് കെയിൽ മർക്കസ് തൈബയിൽ ലഷ്കർ ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പി ബസ് ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. ഹഫീസ് അബ്ദുൽ മാലിക് ആണ് കൊല്ലപ്പെട്ടത്. ഭീകരാക്രമണങ്ങളിൽ, ഇന്ത്യക്കെതിരായ നീക്കങ്ങളിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്ന ഭീകരനാണ് ഹഫീസ് അബ്ദുൽ മാലിക്. ഹഫീസ് അബ്ദുൽ മാലിക് മുരീദ് കെയിലെ മർക്കസ് തയ്യബയിൽ ലഷ്കർ ഭീകരൻ കൊല്ലപ്പെട്ടു, ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ വ്യോമാക്രമണം നടത്തിയ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അവിടെ കൊല്ലപ്പെട്ടു എന്ന വിവരം ലഷ്കർ കേന്ദ്രങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു. ഈ കൊല്ലപ്പെട്ടയാളുടെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ഒരു സന്ദേശം എന്ന നിലയിൽ ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ലഷ്കർ കേന്ദ്രങ്ങൾ തന്നെ ഇയാൾ കൊല്ലപ്പെട്ടു എന്നത് സ്ഥിരീകരിക്കുന്നു. ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ്. ആ വിവരമാണ് പി ബസ് ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന. അല്പസമയത്തിനകം വളരെ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഈ പ്രസ് ബ്രീഫിംഗിൽ പങ്കെടുക്കുന്നു. ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയുമുണ്ട്. അല്പസമയത്തിനകം ബ്രീഫിംഗ് ആരംഭിക്കും. ആ വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത് വാർത്താ സമ്മേളന വേദിയാണ്. അല്പസമയത്തിനകം രാജ്യം കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗികമായി വ്യക്തമാക്കപ്പെടും. നേരത്തെ തന്നെ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങളിൽ 30 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു. അല്പം മുമ്പാണ് 30 അല്ല 70 ഭീകരരെ വകവരുത്താൻ ഈ 9 കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളിൽ നമുക്ക് കഴിഞ്ഞു എന്ന വിവരം സൈനിക വൃത്തങ്ങൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻ, എത്ര സേനാ വിഭാഗങ്ങൾ പങ്കെടുത്തു, എത്ര സമയം നീണ്ടുനിന്നു, ഈ ലക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്, ഏതൊക്കെ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സാധാരണ നിലയിൽ വിശദീകരണങ്ങൾ ഇത്തരം ഓപ്പറേഷനുകൾക്ക് ശേഷം ഔദ്യോഗികമായി ഉണ്ടാകാറുണ്ട്. നമ്മുടെ സൈനിക ശക്തി പ്രകടമാക്കുന്ന തരത്തിൽ ഈ ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിക്കാറുമുണ്ട്. അക്കാര്യത്തിൽ രാജ്യം നൽകുന്ന വിശദീകരണം അല്പസമയത്തിനകം ഉണ്ടാകും. വാർത്താ സമ്മേളന വേദിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം.